മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ ലോകം ഏറെ സന്തോഷിച്ചിരുന്നു. എന്നാൽ ഈ സന്തോഷം ദുഃഖമായി മാറിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്. കാരണം ഹമാസ് പോലൊരു കുഞ്ഞൻ സംഘടനയ്ക്കെതിരെ ഏതാണ്ട് 470 ദിവസം പോരാടി നിന്ന് വിജയിച്ച ഹമാസിനെതിരെ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന നെതന്യാഹുവിന്റെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന പ്രതിജ്ഞ ദാരുണമായി പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലിൽ ഇസ്രയേലിനുള്ളിലും ജൂതസമൂഹത്തിൽ നിന്നും കടുത്ത എതിർപ്പാണ് നെതന്യാഹുവിനെ നേരിടേണ്ടി വരുന്നത്. ഹമാസിന്റെ പല നേതാക്കളെയും ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞെങ്കിലും ഹമാസിന്റെ പ്രതിരോധ ശക്തി നെതന്യാഹുവിന്റെ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ആഭ്യന്തര കലഹത്തിനാണ് കാരണമായത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് ഒരു ദിവസം മുമ്പ് വരെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ക്രൂരകൃത്യങ്ങൾ ലോകം കണ്ടതാണ്. കരാർ താൽക്കാലികം മാത്രമാണെന്ന് നെതന്യാഹു പറയുകയുണ്ടായി. വരാനിരിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണ ഇസ്രയേൽ ഭരണകൂടത്തിനുണ്ടെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. അമേരിക്കൻ യുദ്ധോപകരണങ്ങളുടെ മേൽ ബാക്കിയുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കാൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ടെന്നും ഗാസയിൽ പലസ്തീനികൾക്കെതിരായ യുദ്ധം അതിശക്തിയോടെ പുനരാരംഭിക്കാൻ തന്റെ ഭരണകൂടത്തെ തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഹമാസ് പ്രസ്ഥാനവുമായുള്ള വെടിനിർത്തലിനെ ശക്തമായി എതിർക്കുന്ന ഇറ്റാമർ ബെൻഗ്വിർ, ബെസാലൽ സ്മോട്രിച്ച് എന്നിവരുൾപ്പെടെയുള്ള നെതന്യാഹു മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രകോപനപരമായ അഭിപ്രായങ്ങളെ തുടർന്നാണ് നെതന്യാഹു ഇത്തരം തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ വളരെ ഗുരുതരമായ തെറ്റാണെന്നും അങ്ങനെ ചെയ്താൽ ഇസ്രയേൽ ഹമാസിന് കീഴടങ്ങിയെന്നും ഗാസ മുനമ്പ് കൈവശപ്പെടുത്തിയില്ലെങ്കിൽ നെതന്യാഹു ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നും സ്മോട്രിച്ച് നെതന്യാഹുവിനെ ഭീഷണിപ്പെടുത്തി. പിന്നാലെ ഇസ്രയേലിലെ ഭരണസഖ്യത്തിൽ നിന്ന് തന്റെ പാർട്ടി പിന്മാറുന്നതായി ബെൻഗ്വിർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെ 120 സീറ്റുകളുള്ള സെനറ്റിൽ നിലവിൽ നെതന്യാഹുവിന് 62 പാർലമെന്റ് സീറ്റുകൾ മാത്രമാണുള്ളത്. അതേസമയം 470 ദിവസത്തെ വംശഹത്യയ്ക്ക് ശേഷം യുദ്ധത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ ഇസ്രയേലിന് എതിരും ഹമാസ് ചെറുത്തുനിൽപ്പിന്റെ വിജയവുമായി വിശേഷിപ്പിക്കപ്പെടുന്നതിനാൽ തന്നെ സ്വന്തം രാജ്യത്ത് നെതന്യാഹുവിന് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. യുദ്ധം അവസാനിപ്പിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും അതിന് നടപ്പിലാക്കാൻ നെതന്യാഹുവിന് സാധിക്കില്ല. പക്ഷേ യുദ്ധം തുടരുകയാണെങ്കിൽ ഹമാസും ഹമാസ് ചേരികളും ശക്തമായി തന്നെ പ്രത്യാക്രമണം നടത്തുമെന്നും അതിന്റെ ആഘാതം വലുതായിരിക്കുമെന്നും നെതന്യാഹുവിന് നല്ലപോലെ അറിയാം. കൂടാതെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും എടുത്തുചാട്ടത്തിന് നെതന്യാഹു മുതിർന്നാൽ തക്കതായ തിരിച്ചടി നൽകുമെന്ന് യമനും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതുമുതൽ രാജ്യത്ത് നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ് നെതന്യാഹുവിനുള്ളത്. നെതന്യാഹുവിന്റെ സഖ്യസർക്കാരിലെ തീവ്ര വലതുപക്ഷ ഘടകങ്ങൾക്കിടയിൽ ഗാസ ഉടമ്പടി രാഷ്ട്രീയ കലാപത്തിലേക്ക് തന്നെ വഴിവെച്ചു. കരാറിൽ പ്രതിഷേധിച്ച് മന്ത്രിമാർ രാജിവെക്കുകയും മന്ത്രിസഭയിൽ അട്ടിമറി നടക്കുകയും ചെയ്തു. സയനിസ്റ്റ് റൈറ്റ് പാർട്ടികളായ ഷാസ്, സ്മോട്രിക്കിന്റെ റിലീജിയസ് സയണിസം, യുണൈറ്റഡ് തോറ ജൂഡയിസം, ഓർത്തഡോക്സ് നോം, ന്യൂ ഹോപ്പ്, യുണൈറ്റഡ് റൈറ്റ് എന്നിവയുൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയോടെയാണ് നെതന്യാഹു നേരിയ ഭൂരിപക്ഷം നിലനിർത്തുന്നത്. നെതന്യാഹുവിനെതിരായ വിരുദ്ധ അഭിപ്രായങ്ങൾ രാജ്യത്ത് തലപൊക്കി തുടങ്ങുകയും പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തത് വലിയ ഭീഷണിയാണ് സർക്കാരിന് ഏൽപ്പിക്കുന്നത്. പുതിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇസ്രയേൽ രാഷ്ട്രീയം അസ്ഥിരപ്പെടുമെന്നും തലപ്പാവ് താഴെ വെച്ച് വിട്ടുനിൽക്കേണ്ടി വരുമെന്നുമുള്ള ഭയം നെതന്യാഹുവിന് നല്ലപോലെയുണ്ട്. ഹമാസിന്റെ കയ്യിലെ ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസിനെ നശിപ്പിക്കാനുമുള്ള നെതന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം പാഴായിപ്പോയതിൽ വലതുപക്ഷത്തിന് തന്നെ വിദ്വേഷമുണ്ട്. ഈ വർഷം ഇസ്രയേലിൽ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അതിൽ വിജയിക്കുകയെന്നത് നിലവിൽ മുഖച്ഛായ നഷ്ടപ്പെട്ട ഒരു നേതാവെന്ന നിലയിൽ നെതന്യാഹുവിന് വലിയ വെല്ലുവിളി തന്നെയാണ്. അമേരിക്കയിൽ അധികാരത്തിൽ നിന്നും പടിയിറങ്ങുന്നതിനു മുമ്പ് ബൈഡൻ കാണിച്ചുകൂട്ടിയ കോലാഹലങ്ങൾ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം ഉള്ളിൽ തോന്നി തുടങ്ങിയാൽ ഒരുപക്ഷെ നെതന്യാഹുവും ചെയ്തുകൂട്ടും. അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് നെതന്യാഹു മുതിർന്നാൽ അത് ഇസ്രയേലിന്റെ നാശത്തിനാണ് വഴി തുറക്കുകയെന്നതിൽ സംശയമൊന്നുമില്ല. അതേസമയം ഇസ്രയേലിനെ തറപറ്റിച്ചതിൽ ഹമാസിനെയും പലസ്തീൻ ജനതയെയും ഹിസ്ബുള്ള അഭിനന്ദിച്ചു. നമ്മുടെ രാജ്യത്തിനും നമ്മുടെ പ്രദേശത്തിനുമെതിരായ സയനിസ്റ്റ് അമേരിക്കൻ ആക്രമണത്തെ നേരിടുന്നതിൽ പിന്തുടരേണ്ട ഒരു മാതൃകയാണിതെന്ന് ഹിസ്ബുള്ള പറഞ്ഞു. പലസ്തീൻ ജനതയ്ക്കെതിരെ ശത്രുക്കൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളിലും വംശഹത്യയിലും പൂർണ്ണ പങ്കാളിയാണ് അമേരിക്ക. സൈനികമായും സുരക്ഷാപരമായും രഹസ്യാന്വേഷണപരമായും രാഷ്ട്രീയമായും നയതന്ത്രപരമായും ഈ അധിനിവേശത്തിന് തുടർച്ചയായി ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണ മറച്ചുവെക്കാനാവില്ല. വെടിനിർത്തൽ കരാർ ഇരുകൂട്ടർക്കും ഏറ്റ തിരിച്ചടിയാണെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി. കൂടാതെ കൽപ്പനകൾ അടിച്ചേൽപ്പിക്കുന്ന സമയം കഴിഞ്ഞുവെന്നും സ്വതന്ത്ര ജനങ്ങളുടെ ഇച്ഛാശക്തി സയനിസ്റ്റ് അമേരിക്കൻ തന്ത്രങ്ങളെക്കാൾ ശക്തവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കരാർ ഒരു രാഷ്ട്രീയ വിജയമാണ്. യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇസ്രയേലിന് കഴിയില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു.
പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പ് ശക്തവും ശത്രുവിന്റെ സ്വേച്ഛാധിപത്യം തകർക്കാൻ പ്രാപ്തവുമാണെന്ന് ഈ യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടെന്നും ഹിസ്ബുള്ള തുറന്നു പറഞ്ഞു. ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങളോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിശബ്ദതയെക്കുറിച്ചും ഹിസ്ബുള്ള അപലപിച്ചു. സിവിലിയന്മാരെയും കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയും ലക്ഷ്യമിട്ട് നടന്ന ഏറ്റവും നികൃഷ്ടമായ കുറ്റകൃത്യങ്ങളും വംശഹത്യയും സയനിസ്റ്റ് അധിനിവേശത്തിന്റെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും താൽപ്പര്യങ്ങൾ എടുത്തു കാണിക്കുന്നതാണ്.